ചായ ഫാൻസിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ കപ്പൻ സോസിന്റെ കൂടെ ദാ ഈ ഒരു ടീപ്പോട്ടും കൂടെ ഉണ്ടാവും. കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ പേര് സാന്ദ്ര എന്നാണ് കേട്ടോ. അവൾക്കൊരു ബക്കറ്റ് നിറയെ ചായ വെച്ചു കൊടുത്താലും അത് ഫുള്ള് അവള് കുടിച്ചോളൂ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ജ്യൂസ് ഒക്കെ അല്ലേ കുടിക്കാൻ നോക്കുക. അവളാണെങ്കിൽ ഏത് പുരുവെയിലത്തുനിന്ന് വന്നാലും മാർച്ച് മാസത്തിലെ ചൂടാണെങ്കിലും ശരി അവള് ചായ കുടിക്കുള്ളൂ. ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണ് ഗുപ്തന് ഇഷ്ടം എന്ന് പറഞ്ഞ കണക്കാണ്. അവൾക്ക് തിളച്ച ചായ തന്നെ വേണം. എന്റെ വേറൊരു വേർഷനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആൾക്ക് ചോറിന്റെ കൂടെ വലിയൊരു കപ്പ് കട്ടൻ ചായ വേണം. എന്താ ഇങ്ങനെ കുടിക്കണെന്ന് ചോദിക്കുമ്പോൾ പറയാറ് എരിവെള്ള കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് ഈ കട്ടൻ ചായ വലിച്ചു കുടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖാന്നൊക്കെയാണ്. ഇതുപോലെ എന്റെ ചുറ്റിനും കുറെ ചായ ഫാൻസ് ഒക്കെ ഉണ്ട്. ഇനി എന്റെ കാര്യം ഞാൻ പറയാം. കുഞ്ഞിലെ ഞാൻ ഭയങ്കര കട്ടൻ ചായ ഫാൻ ആയിരുന്നു. എന്റെ അമ്മ വീട്ടിൽ ചായ ഉണ്ടാക്കി തരുമ്പോൾ അത്ര മധുരമൊന്നും ഇട്ട് തരില്ല. പക്ഷെ എനിക്കൊരു വെല്ലുമിച്ചി ഉണ്ടായിരുന്നു. വെല്ലുമിച്ചിക്ക് ബോറടിക്കുമ്പോൾ വെല്ലുമിച്ചി ചായയാണ് ഉണ്ടാക്കി കുടിക്കാറ്. അത് മാത്രമല്ല നല്ല മധുരത്തിൽ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വെല്ലുമിച്ചിയുടെ അടുത്ത് പോയിട്ട് ചായ കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അത് മാത്രമല്ല എന്റെ കസിൻസ് ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീക്കുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനായിട്ട് എനിക്ക് അവിടെ കുഞ്ഞ് ഗ്ലാസ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ വലുതായി പിന്നെ ഞാൻ അത്ര ചായ ഫാനൊന്നും അല്ല. വല്ലപ്പോഴും കൂടെയൊക്കെ കുടിച്ചാലായി. അതും കുടിക്കുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി. എനിക്കെന്തോ പാൽ ചായനോട് പണ്ട് തൊട്ടേ വലിയ കാര്യമില്ല. അതായത് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോന്ന് അറിയില്ല. എന്തായാലും നിങ്ങളും പറ, നിങ്ങൾ ചായ ഫാനാണോ അല്ലെങ്കിൽ ചായ വിരോധിയാണോ എന്നൊക്കെ. നമ്മുടെ ടീപ്പോട്ട് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലോ എന്നുള്ളതും പറയാൻ മറക്കല്ലേ. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അതെന്തായാലും തരൂലേ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഫോട്ടോസ് അയക്കുന്നവരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഒക്കെ അയച്ചു തരുന്നത് കൂടാതെ യൂട്യൂബിൽ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്കും ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഇല്ലാന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.